ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നൊക്കെ തോന്നിയേക്കാം. ഒന്നുമില്ല, ഈ ക്ലാസ് കാണുന്ന മുഴുവൻ ആളുകൾക്ക് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇവിടെ പറയുന്ന ഈ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നത് മാത്രമല്ല, ഇതുപോലുള്ള ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതാണ് മനസ്സിലാക്കണം. അല്ലാതെ ഈ പ്രോബ്ലം ഇതുപോലെ വന്നാൽ എങ്ങനെ ചെയ്യാം എന്ന് മാത്രം പഠിച്ചു വെക്കരുത്, അങ്ങനെ മാത്രം കാണാതെ സെറ്റാക്കി വെക്കരുത്. ഇവിടെ ഞാൻ എന്തൊക്കെ പറയുന്നു ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവിടെ നിങ്ങൾ നേടുന്ന അറിവനുസരിച്ചുകൊണ്ട് വേറെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. റെഡിയല്ലേ? ക്വസ്റ്റിലൂടെ ഞാൻ കടക്കട്ടെ, വേഗം നിങ്ങൾ നോക്കണേ. ഇവിടെ നോക്കൂ. The density of 3 molar solution of NaCl is 1.25 gram per milliliter. അതായത് NaCl വെള്ളവും കൂടെ ചേർത്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 3 മോളാർ എന്ന് തന്നിരിക്കുന്നു. അതിന്റെ ഡെൻസിറ്റി, ആ ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത 1.25 gram per milliliter എന്ന് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ. എന്ത് മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊളാറിറ്റി തന്നിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇവിടെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളവും സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ NaCl-ഉമാണ്. അപ്പൊ NaCl-ന്റെ മോളുകളുടെ എണ്ണം ഡിവൈഡ് ബൈ വാട്ടറിന്റെ മാസ് കിലോഗ്രാമിൽ. സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിൽ. ഇവിടെ വാട്ടറിന്റെ മാസ് എത്രയാണെന്നൊന്നും തന്നിട്ടില്ല, അതിന് കിലോഗ്രാമിലൊന്നും മാറ്റാൻ നമുക്ക് വേണ്ട പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് വേണ്ടത് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസും സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലുമാണ്. അതൊക്കെ തന്നിരിക്കുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്വസ്റ്റിൽ അവർ തന്നിരിക്കുന്നത് 3 മോളാർ എന്നാണ്. 3 മോളാർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 3 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി 3 ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി. ഇവിടെ 3m എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് 1 ലിറ്റർ സൊല്യൂഷനിൽ 3 മോൾ സൊല്യൂട്ട് ഉണ്ട് എന്നാണ്. സൊല്യൂഷന്റെ വോള്യം 1 ലിറ്റർ, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് 3 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുക. ആ ഡാറ്റയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മൊളാരിറ്റി ഈക്വൽ ടു N/V ആണ്. അത് എത്രയും തന്നിരിക്കുന്നു? 3 എന്ന് തന്നിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ 3 മോളാർ, ക്യാപിറ്റൽ M ആണ്, 3 മോളാർ എന്ന് തന്നിരിക്കുന്നു. ഈ 3 മോളാർ എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വോള്യം ഓഫ് സൊല്യൂഷൻ. നോക്കണേ, വോള്യം ഓഫ് സൊല്യൂഷന്റെ വോള്യം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? NaCl ആണ് അല്ലേ? NaCl-ന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയെന്ന് കിട്ടി? 3 മോൾ എന്ന് കിട്ടി. NaCl 3 മോൾ ഉണ്ട് എന്ന്. നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത്? സൊല്യൂട്ടിന്റെ മോളുകളുടെ എണ്ണം. അത് കിട്ടി 3 മോളാണെന്ന്. ഇനി നമുക്ക് വേണ്ടത് സോൾവെന്റിന്റെ മാസാണ്. അതായത് ഉപ്പ് വെള്ളത്തിലുള്ള വെള്ളത്തിന്റെ മാസാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെയാണ് സാർ ഉപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളത്തിന്റെ മാത്രം മാസ് കിട്ടുക? ഞാനൊരു ഐഡിയ പറയട്ടെ. ഉപ്പ് വെള്ളത്തിന്റെ ടോട്ടൽ മാസ് അല്ലേ? ഉപ്പ് വെള്ളം എന്ന് പറയുന്ന ആ സൊല്യൂഷന്റെ മാസിൽ നിന്ന് നമ്മൾ ചേർത്ത ഉപ്പിന്റെ മാസ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള വെള്ളത്തിന്റെ മാസ് കിട്ടില്ലേ? സോൾവെന്റിന്റെ മാസ് കിട്ടില്ലേ? സൊല്യൂഷന്റെ മാസിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് മൈനസ് ചെയ്താൽ ബാക്കി കിടക്കുന്ന സോൾവെന്റിന്റെ മാസ് കിട്ടില്ലേ? ഒന്നുകൂടെ പറയാം. ഉപ്പ് വെള്ളത്തിന്റെ മാസിൽ നിന്ന് ഉപ്പിന്റെ മാസ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള വെള്ളത്തിന്റെ മാസ് കിട്ടും, സോൾവെന്റിന്റെ മാസ് കിട്ടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാർ അതിനിവിടെ ഉപ്പ് വെള്ളത്തിന്റെ മാസ് എത്രയാണെന്നും അറിയത്തില്ല, ചേർത്ത സൊല്യൂട്ടിന്റെ മാസ് എത്രയാണെന്നും അറിയത്തില്ല, എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ 3 മോൾ NaCl അല്ലേ ചേർത്തത്? 3 മോൾ NaCl ചേർത്തത്. അപ്പോൾ എത്ര സൊല്യൂട്ടാണ് അതിൽ ഉണ്ടായിരിക്കുക? അതിന്റെ മാസ് എത്രയായിരിക്കും? 1 മോൾ NaCl എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എത്രയാ? NaCl-ന്റെ മാസ് എത്രയാ? NaCl-ന്റെ മോളാർ മാസ് എത്രയാ? 23 ആണ്. സോഡിയം 35.5 ആണ്. ക്ലോറിൻ ടോട്ടലായിട്ട് 58.5 ഗ്രാം. ഈ 58.5 ഗ്രാം എന്ന് പറയുന്നത് ഒരു NaCl-ന്റെ ആണോ? അല്ല, 1 മോൾ NaCl-ന്റെ മാസാണ്. 1 മോൾ NaCl-ന്റെ മാസ് 58.5 ആണെങ്കിൽ ഇവിടെ 3 മോൾ NaCl ഉണ്ട്. അപ്പോൾ 3 മോൾ NaCl-ന്റെ മാസ് എത്രയായിരിക്കും? 58.5 × 3 അല്ലേ? അപ്പോൾ നമ്മൾ ചേർത്ത സൊല്യൂട്ടിന്റെ മാസ് കിട്ടിയില്ലേ? മാസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ NaCl എന്ന് തരാം. NaCl-ന്റെ മാസ് എന്ന് പറഞ്ഞാൽ 3 മോൾ ഇല്ലേ? അപ്പോൾ 3 × 58.5 ഗ്രാം. 3 × 58.5 ഗ്രാം ഈക്വൽ ടു നമുക്ക് 175.5 ഗ്രാം എന്ന് കിട്ടും. ചേർത്തിരിക്കുന്ന ഉപ്പിന്റെ അളവ് 175.5 ഗ്രാം ആണ്. അപ്പൊ ചേർത്ത ഉപ്പിന്റെ അളവ് കിട്ടി. ഇനി ഉപ്പ് വെള്ളത്തിന്റെ മാസ് കിട്ടണം അല്ലേ? ഉപ്പ് വെള്ളത്തിന്റെ മാസ് കിട്ടാൻ എന്താണ് വഴി? ഇവിടെ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ. ഉപ്പ് വെള്ളത്തിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിന്റെ ഡെൻസിറ്റി 1.25 gram per milliliter എന്ന് പറഞ്ഞാല്
1 മില്ലി ലിറ്റർ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് വെള്ളത്തിൽ നിന്ന് 1 മില്ലി ലിറ്റർ എടുത്ത് ഒഴിച്ചിട്ട് അതിന്റെ മാസ് നോക്കിയാൽ അതിന്റെ മാസ് 1.25 ഗ്രാം ആയിരിക്കും. 1 മില്ലി ലിറ്ററിന്റെ മാസ് 1.25 ഗ്രാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 1 മില്ലി ലിറ്ററിന്റെ മാസ് 1.25 ഗ്രാം എന്നാണ്. എങ്ങനെയാണ് 1 മില്ലി ലിറ്റർ എടുത്താൽ അതിന്റെ മാസ് 1.25 ഗ്രാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 മില്ലി ലിറ്റർ എടുത്താൽ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? 1000 മില്ലി ലിറ്റർ എടുത്താൽ എത്ര ഉണ്ടായിരിക്കുക? 1000 മില്ലി ലിറ്റർ ആണെങ്കിൽ സാർ 1 മില്ലി ലിറ്ററിന് 1.25 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ 1000 മില്ലി ലിറ്ററിന് എത്രയായിരിക്കും? 1250 ഗ്രാം അല്ലേ? 1250 ഗ്രാം അല്ലേ? എടാ, ഈ 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നതല്ലേ 1 ലിറ്റർ. അപ്പോൾ ഉപ്പുവെള്ളം 1 ലിറ്റർ ആണെങ്കിൽ ആ ഉപ്പുവെള്ളത്തിന്റെ മാസ് 1250 ഗ്രാം ആണ്. ആണോ? ഡെൻസിറ്റി ഇല്ല നമുക്ക് കിട്ടിയത്. ഇവ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ഉപ്പുവെള്ളത്തിന്റെ ഡെൻസിറ്റി 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്റർ ഉപ്പുവെള്ളത്തിന്റെ മാസ് 1.25 ഗ്രാം ആണ്. എങ്കിൽ 1000 മില്ലി ലിറ്റർ എന്തായിരിക്കും? 1.25 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 1250 ഗ്രാം. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ അല്ലേ? അപ്പോൾ 1 ലിറ്റർ ഉപ്പുവെള്ളത്തിന്റെ മാസ് 1250 ഗ്രാം എന്ന് കിട്ടി. 1 ലിറ്റർ ഉപ്പുവെള്ളത്തിന്റെ മാസ് 1250 ഗ്രാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഉപ്പുവെള്ളത്തിന്റെ സൊല്യൂഷൻ വോളിയം എത്രയാണ്? 1 ലിറ്റർ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. ഈ 1 ലിറ്റർ സൊല്യൂഷന്റെ മാസ് എത്രയാണ്? 1250 ഗ്രാം. ഉപ്പുവെള്ളം 1 ലിറ്റർ ഉപ്പുവെള്ളത്തിന്റെ മാസ് 1250 ഗ്രാം. അപ്പോൾ മാസ് ഓഫ് ഉപ്പുവെള്ളം, അതായത് മാസ് ഓഫ് സൊല്യൂഷൻ, എന്ന് പറഞ്ഞാൽ 1250 ഗ്രാം. സൊല്യൂഷന്റെ മാസ് കിട്ടി, സൊല്യൂട്ടിന്റെ മാസ് കിട്ടി, സോൾവെന്റിന്റെ മാസ് കിട്ടില്ലേ? അതായത് ഉപ്പ് വെള്ളത്തിന്റെ മാസ് 1250, ചേർത്ത ഉപ്പിന്റെ അളവ് 175 ഗ്രാം. അപ്പൊ ഇതിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്താൽ വെള്ളത്തിന്റെ മാസ് കിട്ടില്ലേ? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു മാസ് ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ 1250 മൈനസ് 175.5 എത്ര 1250 മൈനസ് 175.5 ഗ്രാം ഈക്വൽ നമുക്ക് കിട്ടുക 1074.5 ഗ്രാം എന്ന് കിട്ടും. നമുക്ക് സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലാണ് വേണ്ടത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ഗ്രാമിനെ ഡിവൈഡഡ് ബൈ 1000 കൂടെ ചെയ്താൽ നമുക്ക് 1.0745 കിലോഗ്രാം എന്ന് കിട്ടും. 1.0745 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ നോക്കണേ എന്തൊക്കെ കിട്ടിയിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. ഞാൻ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് തരാം. നിങ്ങൾ നോക്കണേ, മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട ആളുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടിയിട്ടുണ്ട്. മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാമിലും കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിക്കുന്നു മൊളാലിറ്റി. Molality equal to number of moles of solute divided by mass of solvent in kilogram. 3 moles divided by 1.0745 equal to 2.791 molal. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റെഡി? അടുത്ത ക്വസ്റ്റിനോട്ട് കിടക്കുകയാണ്. Find the empirical formula of the compound if M equal to 68% and atomic mass വന്നിട്ടുണ്ട് 34, റിമൈനിങ് ഓക്സിജൻ എത്രയാണ്? 32%. അതായത് നോക്കണേ, നിങ്ങൾ ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നും അവരുടെ മാസ് പെർസെൻറ്റേജും മാത്രം തന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം. എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ ഇവിടെ രണ്ടാളുകൾ തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്ന എലമെന്റും ഒ എന്ന് പറയുന്ന എലമെന്റും. എം 68%, അതിന്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. ഓക്സിജൻ അറ്റോമിക് മാസ് നമുക്കറിയാം 32% തന്നിരിക്കുന്നത്. ഇത് മാത്രം മതി അവരുടെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ. കണ്ണുമടച്ചുകൊണ്ട് 5 ബോക്സ് വരയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 ബോക്സ് ചെറുതായിരിക്കണം, 2 ബോക്സ് വലുതായിരിക്കണം. ആദ്യത്തെ ബോക്സിൽ നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എമ്മും ഒയുമാണ് എലമെന്റുകൾ. എമ്മിന്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണ്? 68% ആണ്. ഓക്സിജന്റെ എത്രയാണ്? 32% ആണ്. റെഡി? ഇവിടെ തന്നിരിക്കുന്ന മാസ് പേഴ്സണെ നേരെ എന്ത് ചെയ്യണം? നമ്മൾ മാസിലോട്ട് കൺവേർട്ട് ചെയ്യണം. സിംപ്ലി ആ പെർസെൻറ്റേജ് മാച്ചിട്ട് ജി എന്ന് എഴുതിയാൽ മതി. ഇത് 68 ഗ്രാം ആണ്, ഇത് 32 ഗ്രാം ആണ്. ഇത് നമുക്ക് വേണ്ടത് ഇവരുടെ മാസ് അല്ല, മറിച്ച് അവരുടെ എണ്ണമാണ്. എണ്ണം കണ്ടുപിടിക്കുന്ന വഴി എന്താണ്? ഈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡർ ബൈ അറ്റോമിക് മാസ്. ഈ തന്നിരിക്കുന്ന മാസ് ഡിവൈഡർ ബൈ അറ്റോമിക് മാസ്. 68 ഡിവൈഡഡ് ബൈ എമ്മിന്റെ അറ്റോമിക് മാസ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 34 എന്ന്. അത് എത്രയാണ്? 2 ആണ്. അത് ഓക്സിജന്റെ ഗിവൺ മാസ് 32, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 അതും ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിന്റെ റേഷ്യോ കിട്ടും അല്ലേ? അപ്പോൾ 2 ആണ് ചെറിയ നമ്പർ. 2 ഡിവൈഡഡ് ബൈ 2, ഇവിടെയും 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. അതായത് എമ്മും ഒയും ഓരോന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ?
എംപിരിക്കൽ ഫോർമുല കിട്ടി. അടുത്തൊരു വളരെ രസകരമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൊണ്ട് കിടക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പറയണം ഇത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഇതെല്ലാം തന്നെ? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. 50 kilogram of nitrogen and 10 kilogram of hydrogen. 50 kilogram ആണ്, 10 kilogram hydrogen are mixed to produce NH3. Calculate the amount of NH3 formed. Identify the limiting reagent. അല്ലേ, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 50 കിലോഗ്രാം നൈട്രജനും 10 കിലോഗ്രാം ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന അമോണിയയുടെ അളവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ലിമിറ്റഡ് റിയേജന്റ്. ഇവിടെ ലിമിറ്റഡ് റിയേജനെ കണ്ടുപിടിക്കൂ എന്ന് കൂടെ അവർ പറയുന്നുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്ക് വളരെ വേഗം നമുക്ക് കണ്ടുപിടിക്കാൻ ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ബാലൻസർ കെമിക്കൽ റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബാലൻസർ കെമിക്കൽ റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ്. ബാലൻസർ കെമിക്കൽ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. N2 plus 3H2 gives 2NH3. N2 plus 3H2 gives 2NH3. ഇന്ന് നമ്മൾ ബാലൻസ് കെമിക്കൽ റിയാക്ഷൻ എഴുതിക്കാൻ തൊട്ട് താഴെ ഇവിടെയുള്ള ഇവരുടെ മാസ് എഴുതുക. തൊട്ട് താഴെ ഇവിടെയുള്ള ഇവരുടെ മാസ്. N2 എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ആണ്. നൈട്രജന്റെ മാസ് 14 ആണ്. N2 എന്ന് പറഞ്ഞാൽ 28 gram ആണ്. അപ്പോൾ 6 ഹൈഡ്രജൻ 6 gram ആണ്. അതുപോലെ അമോണിയ എന്ന് പറഞ്ഞാൽ 17 gram ആണ്. 2 അമോണിയ എന്ന് പറഞ്ഞാൽ 17 34 gram ആണ്. റെഡിയല്ലേ? ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഗ്രാമിലാണ്. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ഗ്രാമിലാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് കിലോഗ്രാമിലാണ്. അപ്പോൾ അത് തമ്മിൽ ഒന്ന് ചേർന്ന് പോവേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ എഴുതി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണോ ഞാൻ പറയാൻ പോകുന്നത് അത് ചെയ്യാവുന്നതാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കിലോഗ്രാം ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ മാസുകളെ ഒന്ന് കിലോഗ്രാം ആക്കി മാറ്റുകയാണ്. 28 gram നൈട്രജൻ എടുത്താൽ 6 gram ഹൈഡ്രജൻ അല്ലേ വേണ്ടി വരിക? അങ്ങനെയാണെങ്കിൽ 28 കിലോഗ്രാം നോക്കണേ, 28 കിലോഗ്രാം നൈട്രജനാണ് എടുത്തെങ്കിൽ എത്ര കിലോഗ്രാം ആണ് ഹൈഡ്രജൻ വേണ്ടി വരിക? 6 കിലോഗ്രാം ആണ് ഹൈഡ്രജൻ വേണ്ടി വരിക അല്ലേ? 6 കിലോഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും. ഇവർ നമ്മൾ റിയാക്ട് ചെയ്തുണ്ടാകുന്ന അമോണിയയുടെ അളവ് എത്രയായിരിക്കും? അത് 34 കിലോഗ്രാം ആയിരിക്കും. അത് 34 കിലോഗ്രാം ആയിരിക്കും. ആണോ? ഇതെന്തിനാ ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കിലോഗ്രാമിലായതുകൊണ്ട് ഞാൻ ഇതിനെ കിലോഗ്രാമിലോട്ടാക്കി എഴുതി എന്ന് മാത്രം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഗ്രാമിലാണെങ്കിൽ ഇതുവരെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നൈട്രജൻ 28 കിലോഗ്രാം എടുത്താൽ ഹൈഡ്രജൻ 6 കിലോഗ്രാം വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 34 കിലോഗ്രാം അമോണിയ കിട്ടുമെന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കാനാണ്. ലിമിറ്റഡ് റിയേജന്റ് കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള വഴി ജസ്റ്റ് ഹെഡിങ് എഴുതുക. നൈട്രജൻ എന്നൊരു ഹെഡിങ് എഴുതുക, ഹൈഡ്രജൻ എന്നൊരു ഹെഡിങ് എഴുതുക. നൈട്രജൻ എന്നൊരു ഹെഡിങ് എഴുതി, ഹൈഡ്രജൻ എന്നൊരു ഹെഡിങ് എഴുതി. എന്നിട്ട് നൈട്രജന്റെ ഇവിടുത്തെ മാസ് എഴുതുക. എത്രയാണ്? 28 കിലോഗ്രാം ആണ് അല്ലേ? 28 കിലോഗ്രാം എന്ന് എഴുതി. ഹൈഡ്രജന്റെ ഇവിടുത്തെ മാസ് എഴുതുക. എത്രയാണ്? 6 കിലോഗ്രാം എഴുതുന്നു. എത്രയാണ്? 6 കിലോഗ്രാം. 28 കിലോഗ്രാം നൈട്രജൻ, 6 കിലോഗ്രാം ഹൈഡ്രജൻ. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നൈട്രജൻ 28 കിലോഗ്രാം എടുത്താൽ ഹൈഡ്രജൻ വേണ്ടി വരിക 6 കിലോഗ്രാം ആണ്. എങ്കിൽ 1 കിലോഗ്രാം നൈട്രജനെ എടുക്കുന്നുള്ളൂ എങ്കിലോ 1 കിലോഗ്രാം നൈട്രജനെ എടുക്കുന്നുള്ളെങ്കിലോ 1 കിലോഗ്രാം എടുക്കുന്നുള്ളെങ്കിൽ 6/28 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ വേണ്ടി വരും. ആണോ? 6/28 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ വേണ്ടി വരും. 1 കിലോഗ്രാം നൈട്രജൻ എടുത്താൽ 6/28 ഹൈഡ്രജൻ വേണ്ടി വയ്ക്കില്ല. ഇവിടെ എത്ര കിലോഗ്രാം ആണ് നൈട്രജൻ എടുത്തിരിക്കുന്നത്? ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നൈട്രജൻ 50 കിലോഗ്രാം ആണ് അല്ലേ? 50 കിലോഗ്രാം നൈട്രജൻ എടുത്താൽ എത്രയാണ് വേണ്ടി വരിക? 50 കിലോഗ്രാം നൈട്രജൻ എടുത്താൽ എത്രയാണ് വേണ്ടി വരിക? 6/28 ഇൻറ്റു 50 അല്ലേ? 6/28 ഇൻറ്റു 50 അത് എത്രയാണ് വരിക എന്നുള്ളതൊന്ന് കണക്കാക്കി നോക്കി നിങ്ങൾ. 10.71 ആയിരിക്കും. 10.71 കിലോഗ്രാം ആയിരിക്കും. എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നൈട്രജൻ 50 കിലോഗ്രാം എടുത്താൽ ഹൈഡ്രജൻ വേണ്ടി വരിക 10.71 കിലോഗ്രാം ആണ്. പക്ഷേ ഇവിടെ വെറും 10 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. ഇവിടെ ആവശ്യമായി വരുന്നത് 10.7 കിലോഗ്രാം ആണ്. പക്ഷേ ഇവിടെ ഉള്ളത് വെറും 10 കിലോഗ്രാം മാത്രമായാലും വേണ്ട അളവിനേക്കാൾ കുറവ് അളവുള്ളത് ആരാണ്? ഹൈഡ്രജൻ ആണ്. എങ്കിൽ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. H2 is the limiting reagent. റെഡി? ഹൈഡ്രജൻ ആണ് ലിമിറ്റഡ് റിയേജന്റ്. അപ്പോൾ ഹൈഡ്രജൻ ലിമിറ്റഡ് റിയേജന്റ് ആണോ അല്ലെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് എഴുതി കൊടുക്കേണ്ടത് ഹൈഡ്രജൻ ആണ് ലിമിറ്റഡ്. എങ്കിൽ ഹൈഡ്രജൻ തീരുമാനിക്കും മക്കളെ പ്രൊഡക്റ്റിന്റെ അളവ് എത്രയാണത്. എന്താണ്? ഹൈഡ്രജൻ തീരുമാനിക്കും പ്രൊഡക്റ്റിന്റെ അളവ്. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ടുള്ള NH3യുടെ അളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട് നോക്കണേ. ഹൈഡ്രജൻ തീരുമാനിക്കും NH3യുടെ അളവ്. ഞാൻ ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രജന്റെ ഇവിടുത്തെ മാസം അമോണിയയുടെ ഇവിടുത്തെ മാസം എടുത്ത് എഴുതുക. ഹൈഡ്രജന്റെ ഇവിടുത്തെ മാസം എന്ന് പറയുന്നത് 6 കിലോഗ്രാം. എത്രയാണ്? 6 കിലോഗ്രാം. റെഡി? 6 കിലോഗ്രാം ഹൈഡ്രജൻ എടുത്താൽ കിട്ടുന്ന അമോണിയയുടെ അളവ് എത്രയാണ്? 34 കിലോഗ്രാം. 6 കിലോഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയും റിയാക്ട് ചെയ്താൽ 34 കിലോഗ്രാം അമോണിയ നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന് എത്രയായിരിക്കും? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 34/6 കിലോഗ്രാം ആണ്. ആണോ? 34/6 കിലോഗ്രാം ആണ്.
1 കിലോഗ്രാം ഹൈഡ്രജന് 34/6 കിലോഗ്രാം അമോണിയ കിട്ടുമെങ്കിൽ ഇവിടെ എത്ര കിലോഗ്രാം ഹൈഡ്രജൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഇവിടെ 10 കിലോഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയും റിയാക്ട് ചെയ്യുന്നുണ്ട്. 10 കിലോഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയും റിയാക്ട് ചെയ്യുന്നുണ്ട്. നോക്കണേ, 10 കിലോഗ്രാം ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയി റിയാക്ടിൽ എത്ര കിട്ടുക? 34/6 ഇൻറ്റു 10 ഈക്വൽ ടു നമുക്ക് 56.66 കിലോഗ്രാം എന്ന് കിട്ടും. അതായത് 56.66 കിലോഗ്രാം ഓഫ് അമോണിയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഏതൊരു പ്രോബ്ലമും ലിമിറ്റഡ് റീജിയന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിച്ചാൽ അതിനൊക്കെ ആൻസർ ചെയ്തുവാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ ഒരു ഭാഗം നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. നമ്മൾ ചാപ്റ്റർ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രോബ്ലം നമ്മൾ അത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കുഞ്ഞു പ്രോബ്ലം നമ്മൾ വേഗം കിടക്കുകയാണ്. വേഗം ഇതിന്റെ ആൻസർ ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ താഴത്തെ കമന്റ് ബോക്സിൽ ഇടാനുള്ള ഓപ്ഷനാണ് തരുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു തവണ പറഞ്ഞുതരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ആൻസർ ആയിട്ട് ഇട്ടോണം. നോക്കുക. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് പ്രസന്റ് ഇൻ സോഡിയം സൾഫേറ്റ്. ഇതുവരെ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യം കമന്റ് ബോക്സിൽ ഇടണം എന്നുള്ളത് അറിയുന്നുണ്ടാവുള്ളൂ. അയാൾക്ക് മാത്രമേ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എത്ര പേരാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് വീഡിയോ കാണുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഇതാണ് Na2SO4 എന്ന് പറയുന്നതിലെ ഓരോ ആളുകളുടെയും ഓരോ എലമെന്റിന്റെയും മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് Na2SO4ന്റെ ടോട്ടൽ മാസിൽ സോഡിയത്തിന്റെ മാസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, സൾഫറിന്റെ മാസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഓക്സിജന്റെ മാസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് കൊടുക്കുക. അതാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അതിനായിട്ട് ആദ്യം കണ്ടുപിടിക്കുന്നത് മോളാർ മാസ് ഓഫ് Na2SO4 കണ്ടുപിടിക്കണം. നമ്മൾ അതിന് Na2SO4ന്റെ മാസ് കണ്ടുപിടിക്കണം. റെഡി? മോളാർ മാസ് ഓഫ് Na2SO4ന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2 സോഡിയത്തിന്റെ മാസും 1 സൾഫറിന്റെ മാസും 4 ഓക്സിജന്റെ മാസും കൂടെ കൂട്ടണം. സോഡിയത്തിന്റെ മാസ് 23 ആണ്. അങ്ങനത്തെ 2 സോഡിയം ഉണ്ട്. സോഡിയത്തിന്റെ മാസ് 23, അങ്ങനത്തെ 2 സോഡിയം ഉണ്ട്. പ്ലസ് സൾഫറിന്റെ മാസ് 32 ആണ്. പ്ലസ് ഓക്സിജന്റെ മാസ് 16 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ആണുള്ളത്? ഓക്സിജന്റെ മാസ് 16 ആണ്. അങ്ങനത്തെ 4 ഓക്സിജൻ ആണുള്ളത്. 4 ഓക്സിജൻ ആണുള്ളത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുന്ന 23 × 2 എന്ന് പറഞ്ഞാൽ 46 ആണ്. പ്ലസ് സൾഫർ 32 ആണ്. പ്ലസ് ഓക്സിജൻ 64 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 142 ആണ്. 142. നോക്കണേ, 142 എന്ന് പറയുന്ന Na2SO4ന്റെ ടോട്ടൽ മാസിൽ 64 ഗ്രാമും ഓക്സിജന്റെയാണ്, 32 ഗ്രാമും സൾഫറിന്റെ വകയാണ്, ബാക്കി 46 ഗ്രാമും സോഡിയത്തിന്റെ വകയാണ്. എങ്കിൽ സോഡിയത്തിന്റെ മാസ് പെർസെൻറ്റേജ് മാത്രം ഞാൻ ഇവിടെ കണ്ടുപിടിക്കും. ബാക്കിയുള്ള സൾഫറിന്റെയും ഓക്സിജന്റെയും മാസ് പെർസെൻറ്റേജ് താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടേക്കണം. റെഡി? മാസ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം. സോഡിയത്തിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള മാസ് 142 ആണ്. അതിൽ സോഡിയങ്ങളുടെ മൊത്തമുള്ള സോഡിയത്തിന്റെ മാസ് എത്രയാണ്? 46 ആണ്. സോഡിയത്തിന്റെ ഭാഗം എത്ര മാസമാണുള്ളത്? സോഡിയത്തിന്റെ ഭാഗം 46 ആണ് മാസം. പെർസെൻറ്റേജിലൂടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൂടെ കൊടുക്കണം. ഈക്വൽ ടു 32.39 എന്ന് വരും. അത്രയും പെർസെൻറ്റേജ്. ഇനി അടുത്തത് സൾഫറിന് എങ്ങനെയാണ് വരിക? മാസ് പെർസെൻറ്റേജ് സൾഫർ എങ്ങനെ വരും? സൾഫറിന്റെ മാസ് ഡിവൈഡഡ് ബൈ 142 ഇൻറ്റു 100 എന്ന് വരും. ഓക്സിജന്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക? ഓക്സിജന്റെ ഇവിടുത്തെ മാസ് 64 ആണ്. 64 ഡിവൈഡഡ് ബൈ 142 ഇൻറ്റു 100 എന്ന് വരും. അത് എത്രയെന്നുള്ള ആൻസർ കണ്ടുപിടിച്ച് താഴത്തെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കുറേ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോബ്ലം മാത്രം എങ്ങനെ ചെയ്യാമെന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് നിങ്ങൾ നേടിയ അറിവ് വെച്ചുകൊണ്ട് പല ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മാക്സിമം എല്ലാവർക്കും ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് കഴിഞ്ഞു. അവിടെ മനസ്സിലാക്കി അടുത്ത ക്ലാസ് ടോപ്പിക്